നമ്മുടെ എല്ലാ കാലത്തെയും നല്ല സുഹൃത്താണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇസ്രായേലികൾ എങ്ങും പീഡനം അനുഭവിക്കുന്ന കാലത്ത് നമ്മൾ അവർക്ക് അഭയം കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ നന്ദി എന്നും ഇസ്രായേലിന് നമ്മളോടുണ്ട്. നമുക്ക് അവരോട് ഊഷ്മളമായിട്ടുള്ള ബന്ധവുമുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ കശ്മീർ മുതൽ അരുണാചൽ വരെയുള്ള ഇന്ത്യയുടെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചു എന്നുള്ള ഒരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. ഇത് ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിൽ എന്തെങ്കിലും അസ്വാരസ്യം സൃഷ്ടിക്കുമോ എന്ന് നോക്കിയിരിക്കുകയാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തെറ്റണം എന്നാഗ്രഹിക്കുന്ന പല ആൾക്കാരും. ഇസ്രായേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ പോസ്റ്റ് ചെയ്ത ഭൂപടമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ഇസ്രായേൽ ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാരും വലിയ രീതിയിലുള്ള രോഷം ഇതേ തുടർന്ന് ഇസ്രായേലിനെതിരെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ മിസൈലുകളുടെ ദൂരപരിധി ഭൂപടത്തിൽ കാണിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയുടെ അതിർത്തി തെറ്റായി ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി എന്നുള്ളതാണ്. ജമ്മു കശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമായും അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമായും ഭൂപടത്തിൽ കാണിച്ചിരുന്നു. ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് IDF ഈ ഭൂപടം പിൻവലിച്ച് ക്ഷമാപണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ 13 ഇറാനിയൻ മിസൈലുകൾക്ക് ഏതൊക്കെ മേഖലകളിൽ ആക്രമണം നടത്താൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു ടെലിഗ്രാഫിക്കൽ ലോക ഭൂപടം എക്സിൽ IDF പോസ്റ്റ് ചെയ്തു. പോസ്റ്റിൽ ഇങ്ങനെ എഴുതി: ഇറാൻ ഒരു ആഗോള ഭീഷണിയാണ്. ഇസ്രായേൽ അതിൻ്റെ അന്തിമ ലക്ഷ്യമല്ല, അത് ഒരു തുടക്കം മാത്രമാണ്. പ്രവർത്തിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. എന്നിരുന്നാലും ഭൂപടത്തിൽ ഇന്ത്യയുടെ അതിർത്തികൾ കൃത്യമായി ചിത്രീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇറാന് ഇത് പിന്നീട് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇറാൻ ഒരു ഗ്ലോബൽ ത്രെട്ടാണെന്ന് പറഞ്ഞ് അവർ വേറൊരു ഭൂപടം ഇടുകയായിരുന്നു ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.